വയസ്സ് കറക്റ്റായിട്ട് ഇന്നും റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷിച്ചിട്ടില്ല. ബട്ട് 7ാவது വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സോ അവരെ ഇപ്പോൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലും ഇതുകുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അവർ சொன்ன സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തില് ചോദിച്ചപ്പോൾ சொன்ன സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എടുക്കും സ്റ്റേറ്റ്മെന്റ് എല്ലാം കോൺട്രഡിക്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ഫോർവേഡ് ചെയ്യും. 12 വയസ്സുകാരിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത്? എന്താണ് അതിൽ എങ്ങനെയാണ് 12 വയസ്സുകാരിയാണെങ്കിൽ പിന്നിൽ നിന്ന് പോലീസിന് ക്ലിയർ ആയത്? അവർ ആൾറെഡി ഒരു ഫാദർ ആൻഡ് മദർ ഓഫ് ദി ഡിസീസ്ഡ് ചൈൽഡ്, അച്ഛനും അമ്മയും മരിച്ച 4 മാസ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ടായി. ഉള്ള ലാച്ച് വാസ് ക്ലോസ്ഡ് ഫ്രം ഇൻസൈഡ്. സോ വേറെ ആരും ചെയ്യാൻ പറ്റില്ല. സോ അതുകുറിച്ച് അവർ പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നത് ഈ കുട്ടി സ്റ്റേറ്റ്മെന്റിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നു. സോ പിന്നെ അത് റിവീലായി. കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും ഈ പെൺകുട്ടിയെ സംശയം ഉണ്ടായിരുന്നു. ഉണ്ടായി. മോട്ടീവ് അത് ഒരു ജലസ് ഉണ്ടായി. അവർ ഈ 12 വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. സ്നേഹം ഡിവൈഡ് ആയിപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട്. കുട്ടി എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? അങ്ങനെ ഒരു സ്നേഹക്കുറവ് ഉണ്ടായതിനെ കുറിച്ച് എന്താ കുട്ടി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ് ഡിസ്ക്രൈബ് അത് അളവ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അത് കുട്ടിയല്ല, കുറച്ച് സ്ലോ പേസിൽ അവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് ഇതാണ്, സ്നേഹം കുറവായി, എനിക്ക് സ്നേഹം കുറവായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കുറിച്ച് ഇപ്പൊ അപ്രഹെൻഡ് ചെയ്യും. പിന്നെ JJB ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മുന്നേ ഹാജരാക്കും. ആരാണ് കുട്ടി? ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജില് അവിടെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവം അത് നാച്ചുറലായിട്ട് എല്ലാവരും ചെയ്തതുപോലെ അവര് ചെയ്യും. അത് അവരെ കുറച്ച് സമയം എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയോടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് കേട്ടത്. ഈ പെൺകുട്ടി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആദ്യം മാതാപിതാക്കളെ, ഈ മരിച്ച കുഞ്ഞിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് പിന്നീടൊരു സംശയം ഉണ്ടാവുകയായിരുന്നു. പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം വാതിലകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നെ അകത്ത് തന്നെ ഉള്ള ഒരാളായിരിക്കാമെന്ന സംശയമാണ് ഈ കുഞ്ഞിലേക്ക് എത്തിയത് എന്നാണ്. അതേസമയം അവിടെ കോൺട്രഡിക്ഷനായി കുഞ്ഞൊരു വാദം പറഞ്ഞിരുന്നത്, ശുചിമുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇവരുടെ അടുത്ത് കിടന്ന കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറഞ്ഞ ആ 2 കാര്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ സംശയം പോലീസിന്. പിന്നീട് ഈ കുഞ്ഞിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും 4 മാസമുള്ള ആ കുഞ്ഞിനെ കൊന്നത് 12 വയസ്സുകാരിയാണ്, ബന്ധുവായ 12 വയസ്സുകാരിയാണ്. തനിക്ക് ലഭിക്കേണ്ട സ്നേഹം അങ്ങോട്ടേക്ക് പോകുമോ എന്ന സംശയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ കുഞ്ഞ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.